Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആഘോഷിച്ച് മലയാളികൾ. വിഷു കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒപ്പം നല്ല നാളെയെക്കുറിച്ചുള്ള സുവർണ പ്രതീക്ഷകളും വിഷു സമ്മാനിക്കുന്നു. കാർഷിക സംസ്കാരവുമായി മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായും ജ്യോതിശാസ്ത്രപരമായുമൊക്കെ പ്രത്യേകതകളുള്ള ഉത്സവമാണ് വിഷു. രാത്രിയും പകലും തുല്യമായ ദിവസം എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആചാരങ്ങൾ നമുക്കുണ്ട്. വിഷുക്കണിയാണ് ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. മനസ്സിന് ഇമ്പമേകുന്ന വസ്തുക്കൾ കണി കണ്ടാൽ ആ വർഷം മുഴുവനും ഐശ്വര്യപൂർണ്ണമായിരിക്കുമെന്നുള്ളതാണ് ഈ ആചാരത്തിൻ്റെ പൊരുൾ. വിഷുക്കണിയെ ആശ്രയിച്ചാണ് ഒരു വർഷത്തെ ഫലം എന്ന വിശ്വാസവും വിഷുവിനെ സംബന്ധിച്ചിട്ടുണ്ട്. പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ, കായ്ച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ, വെള്ളരിയും തണ്ണിമത്തനുമെല്ലാം വിളഞ്ഞു നിൽക്കുന്ന വേനൽ പച്ചക്കറികൾ, പാടത്തും പറമ്പിലുമെല്ലാം വിരുന്നെത്തുന്ന വിഷുപക്ഷികൾ. വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങൾ ഇവയൊക്കെയാണ്. വിഷുക്കൈനീട്ടം, വിഷുസദ്യ, വിഷുഫലം തുടങ്ങി വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരവധിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആവേശത്തോടും കൂട്ടുചേർന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ വിഷു ആഘോഷവുമായി പുതിയ കാലത്ത് വീണ്ടും ഒത്തുചേർന്ന് അവർ വീടുകളിൽ കയറിയിറങ്ങി. തൃക്കരിപ്പൂർ ഒളവറയിലാണ് കണിയോ കണികണിയോ വിളികളുമായി 50 പിന്നിട്ട പഴയ കൂട്ടുകാർ ഒരുമിച്ച് ചേർന്നത്. പുതിയ തലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത വിഷുക്കാഴ്ചകളാണ് തിങ്കളാഴ്ച പുലർച്ചെ ഒളവറയിലും പരിസരത്തുമായി ഒരു കൂട്ടം സൗഹൃദങ്ങൾ നടത്തിയത്. 50 വർഷം മുൻപ് പുലർച്ചെ എഴുന്നേറ്റ് കണിവിളിച്ച് വീടുകളിൽ കയറിയിറങ്ങി അവിടെ നിന്ന് ലഭിക്കുന്ന അപ്പം ഈർക്കിലിയിൽ കോർത്തും കൈകളിൽ കൂട്ടിവെച്ചും തിന്നു നടന്നതുമായ ഓർമ്മ പുതുക്കിയാണ് പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്നത്. വിദേശത്തും നാട്ടിലുമായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ തൊഴിൽ ചെയ്തു വരുന്നവർ കഴിഞ്ഞ ദിവസം ഒത്തുകൂടിയപ്പോഴാണ് മാറിയ കാലത്ത് പഴയ ഓർമ്മകൾ പുതുക്കാൻ അവർ തീരുമാനിച്ചത്. നമ്മുടെ നാട്ടില് പഴയ കാലങ്ങളിൽ നമ്മുടെവരൊക്കെ കുട്ടിക്കാലത്ത് വിഷു ദിവസം ഓരോ വീടുകളിൽ കണി വിളിച്ചു കൊണ്ടുപോയി കണി കാണുകയും അവിടെ നിന്ന് കാരയപ്പം, ഉണ്ണിയപ്പം വാങ്ങി സന്തോഷത്തോടു കൂടി മടങ്ങുകയും ചെയ്യുന്ന ഒരു പതിവ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. കുറേ കാലങ്ങളായി അതൊക്കെ നിന്നുപോയിട്ടുള്ളത്. ആ പഴയകാലത്തേക്ക് ആ പഴയകാലത്തെ കുട്ടികൾ ഇന്ന് 50 വയസ്സ് കഴിഞ്ഞ നമ്മളാണ്. ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. ഇനിയുള്ള വർഷങ്ങളിൽ ഇനിയുള്ള തലമുറകൾ തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും സ്നേഹത്തോടെ വിഷു ആശംസകൾ. വള്ളിനിക്കരട്ട് കണിവിളിച്ച് വീടുകൾക്ക് മുന്നിലെത്തിയ അന്നത്തെ പിള്ളേർ തിങ്കളാഴ്ച പുലർച്ചെ 4 മണി മുതൽ സൗഹൃദങ്ങളുള്ള മുഴുവൻ വീടുകളിലും കയറിയിറങ്ങി. പടക്കങ്ങൾ പൊട്ടിച്ചും കണികണിയോ കണിയെന്ന് വിളിച്ചും വീട്ടുകാർ നൽകിയ അപ്പങ്ങളുമായി അവർ പഴയകാല ഓർമ്മകൾ അയവിറക്കിയാണ് വിഷുനാളിലെ സൂര്യോദയം കണ്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്കുത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടന്നു. 13 മുതൽ 20 വരെയാണ് ഉത്സവം നടക്കുന്നത്.
ചെറുകുന്നുത്സവത്തിന് തുടക്കം കുറിച്ച് സന്ധ്യയ്ക്ക് തിരുവത്താഴത്തിന് ക്ഷേത്രം മേൽശാന്തി നാരായണമംഗലത്തിലെത്ത് മാധവൻ നമ്പൂതിരി അരിയളന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആനപ്പുറത്തുത്സവം, പുറത്തെഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. ആദ്യ ദിവസം മഠത്തിലരയാൽക്കിലേക്ക് എഴുന്നള്ളത്ത് നടന്നു. രാത്രി 1 മണിക്ക് തിടമ്പ് നൃത്തവും അരങ്ങേറി. വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ ഒരുക്കിയതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷത്തെ വിഷുവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ തരങ്ങളായ കലാപരിപാടികളാണ് സേവാസമിതി ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 13 മുതൽ 20 വരെ നടക്കുന്ന വിഷുവിളക്ക് ഉത്സവത്തിൽ വർണ്ണശബളമായ കാഴ്ചവരവും വിവിധ ദേശവാസികളുടെ വക കാഴ്ചവരവിന് ശേഷം ആചാര വെടിക്കെട്ടും, അതുപോലെ തന്നെ ഗാനമേള എല്ലാ ദിവസവും ഗാനമേളയും നടത്തി അത് നടത്തുന്നതോടൊപ്പം രാവിലെ തിരുവാതിരക്കളി, നാദസ്വരം, ചാക്യാർകൂത്ത് അതുപോലെയുള്ള വിവിധ കലാപരിപാടികൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ്. ഏപ്രിൽ 15 രാത്രി 8 മണിക്ക് ചെറുകുന്ന് ദേശവാസികളുടെ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നടക്കും. തുടർന്ന് മാറ്റാങ്കിലേക്ക് ഉത്സവം എഴുന്നള്ളിപ്പ് നടക്കും. ഏപ്രിൽ 16 രാത്രി 8 കണ്ണപുരം ദേശവാസികളുടെ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും, തുടർന്ന് കവണിശ്ശേരിയിലേക്ക് ഉത്സവം എഴുന്നള്ളിപ്പ് നടക്കും. 17 രാത്രി 8 ഇരണാവ് ദേശവാസികളുടെ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും, താവത്തേക്ക് ഉത്സവ എഴുന്നള്ളിപ്പ് നടക്കും. 18 വൈകിട്ട് 60 പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യവും പാണ്ഡിമേളവും അരങ്ങേറും. രാത്രി 1000 തെങ്ങ് മുങ്ങം ഭാഗത്തേക്ക് ഉത്സവം എഴുന്നള്ളിപ്പ് നടക്കും. ഏപ്രിൽ 19 രാത്രി 8 മണിക്ക് പറശ്ശിനി മടപ്പുര കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നടക്കും. തുടർന്ന് പാപ്പിനിശ്ശേരിയിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് പുറത്തെഴുന്നള്ളിപ്പ് ഉത്സവം നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രായം വെറും നമ്പറാണെന്ന് തെളിയിക്കുകയാണ് കൂക്കാനത്തെ ഒരു കൂട്ടം തൊഴിലുറപ്പ് തൊഴിലാളികൾ. 8 പേർ ചേർന്നുള്ള സംഘത്തിൽ ഇവർ അവതരിപ്പിക്കുന്ന പരിപാടികളിൽ ഫ്യൂഷൻ ഡാൻസ് വരെയുണ്ട്. പ്രായം വെറും നമ്പറാണെന്ന് തെളിയിക്കുകയാണ് കൂക്കാനത്തെ ഒരു കൂട്ടം തൊഴിലുറപ്പ് തൊഴിലാളികൾ. വൈകുന്നേരത്തെ ഒഴിവു സമയം എങ്ങനെ ആനന്ദകരമാക്കുവാൻ സാധിക്കും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കൂക്കാനം യുവജനവേദിയുടെ ഭാരവാഹികളായ സജിനും വിപിനും ജിതിനും ഇത്തരമൊരു ആശയവുമായി എത്തുന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. എന്തെങ്കിലും ആലോചിച്ചാൽ നടക്കാതിരിക്കുമോ എന്ന ഭയവും ഇവർക്കുണ്ടായിരുന്നു. 60 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള 8 പേരുടെ ഒരു ചെറു സംഘമാണിത്. ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. പിന്നെ നമ്മളെ 60 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ളവരാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചത്. അവരാണ് നമുക്ക് ആദ്യമായിട്ടൊരു വേദി തന്നത്, യുവജനവേദി കൂക്കാനം വടക്ക്. അവിടുത്തെ പിന്നെ അതിൻ്റെ ആ ക്ലബിൻ്റെ ഭാരവാഹികളാണ് നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദി തന്നത്. അവരാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു പരിശീലനത്തിന് ആക്കിയതും. ഇങ്ങനെ ഈ പല സ്റ്റേജുകളും നമ്മൾ കയറി, അവർ കാരണം നമ്മൾ കയറാനായത് സ്റ്റേജെല്ലാം. ആദ്യമായിട്ട് നമ്മൾ കളിച്ചത് ഒപ്പനയാണ്. പിന്നെ അതിനുശേഷം നമ്മളൊരു നാടൻ പാട്ടിൻ്റെ ഒരു പാട്ട്, കലാമണിയുടെ ഒരു പാട്ട് നമ്മൾ ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ഒപ്പന, ഇപ്പം ഒരു ഫ്യൂഷൻ ഡാൻസാണ് നമ്മൾ ചെയ്യുന്നത്. അതും ഈ യുവജനവേദിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. യശോദ, ലളിത, ശാന്ത, രാധ, സുശീല, തമ്പായി, നളിനി, ലത തുടങ്ങിയവരാണ് സംഘാംഗങ്ങൾ. ഒപ്പന, നാടൻപാട്ട് എന്നിവയാണ് ആദ്യം അവതരിപ്പിച്ചത്. അതിന് വേദിയൊരുക്കിയതും യുവജനവേദിയാണ്. പിന്നീട് കൂക്കാനം, ചീമേനി, മുത്തപ്പൻ ക്ഷേത്രങ്ങളിലും കരിവള്ളൂർ വാണിയിലം ക്ഷേത്രത്തിലും കരിവള്ളൂർ പെരളം പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജനമേളയിലും ഒപ്പനയും നാടൻപാട്ടും അവതരിപ്പിച്ച് കയ്യടി നേടി. ഈ ചെറുസംഘം ഇപ്പോൾ അവതരിപ്പിക്കുന്ന പരിപാടികളിൽ ഫ്യൂഷൻ ഡാൻസ് വരെയുണ്ട്. ഇതിന് അശ്വന്ത് ചന്ദ്രു എന്നൊരു പരിശീലകനുമുണ്ട്. സമയങ്ങളിട്ട് ബോക്സുകളിൽ കൂടി സംഗീതം പെയ്തിറങ്ങുമ്പോൾ മനസ്സിനൊപ്പം ആപാതചൂടം ശരീരവും ചലിച്ചേ തീരൂ. ഇതുതന്നെയാണ് ഇവരുടെ നൃത്തച്ചുവടുകളുടെ യുവത്വവും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുപോലും നമ്മുടെ വികാര വിചാരങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ശാസ്ത്രം കണ്ടെത്തി. പതിറ്റാണ്ടുകൾ കഴിഞ്ഞും നമ്മൾ തിരിച്ചറിവുകളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ലെന്ന് റിട്ടയർഡ് DGPയും പ്രഭാഷകനുമായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അഭിപ്രായപ്പെട്ടു. ചെറുവത്തൂരിൽ അൽമദാർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച മാസ് ക്യാമ്പയിനിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അതൊരു ശാസ്ത്രജ്ഞർ പറയുന്നു, ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ
ഗർഭിണിയെ ഉടനെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് നിർമ്മിച്ചാക്കണം. പകുതിയായിട്ട് പഠിക്കണം. പ്രസവിച്ച് കഴിഞ്ഞ് പരീക്ഷ എഴുതിയതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗർഭകാലത്ത് അമ്മ പഠിച്ചാൽ, അമ്മ കമ്പ്യൂട്ടർ കോഴ്സിന് പോയാൽ ആ വയറ്റിൽ കിടക്കുന്ന കുട്ടി പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും, റാങ്ക് വാങ്ങുന്നതിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരുടെ കല്ലിൻ്റെ പുറകെ പോകില്ല, ഒരു കച്ചവട പുറകെ പോകില്ല. അവരുടെ ഇന്റലക്ച്വൽ വർക്കിൽ രസിച്ച് പുസ്തകം വായിച്ച് രസിക്കും. എലിസബത്ത് ഫർലോക്കിൻ്റെ വിശ്വപ്രസിദ്ധമായ ചൈൽഡ് ഡെവലപ്മെന്റ് പുസ്തകം അത് വായിക്കുമ്പോഴാണ് ഈ ഗർഭകാലത്ത് കുട്ടിക്ക് എങ്ങനെയാണ് ലഹരി ഫോം ചെയ്യുന്നതെന്ന് ഞാൻ പഠിച്ചത്. 90 ദിവസം മുതൽ തന്നെ കുഞ്ഞുങ്ങൾ ലഹരിയിലേക്ക് തൽപരരാകുന്നുവെന്ന് ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നു. പലർക്കും ലഹരികൾ പലതാണ്. ചിലർക്ക് വായനയാണ്, മറ്റു ചിലർക്ക് സംഗീതമാണ്, വേറെ ചിലർക്ക് സിനിമയാണ്. എന്നാൽ അറിഞ്ഞുമറിയാതെയും നെഗറ്റീവ് ലഹരിയിലേക്ക് എത്തപ്പെടുന്നത് ഇന്ന് വ്യാപകമായിരിക്കുകയാണ്. ആവശ്യ ലഹരിയെപ്പോലെ തന്നെ ഇന്ന് നെഗറ്റീവ് ലഹരിയുടെ ആഴങ്ങളിലേക്ക് വിദ്യാർത്ഥികളും യുവജനങ്ങളും വീണുപോവുകയാണ്. അത് ചെറുതിൽ തുടങ്ങി വലിയതും കൂടുതൽ മാരകവുമായ രാസലഹരിയിലേക്ക് ആകർഷിക്കപ്പെട്ട് കുരുങ്ങിപ്പോകുന്ന കാഴ്ച സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും ഡോക്ടർ അലക്സാണ്ടർ ജെക് പറഞ്ഞു. അൽമദാർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് VK മുഹമ്മദ് റഫീഖ് ഹാജി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിഷുക്കൈനീട്ടമായി സ്വന്തം പുസ്തകങ്ങളുമായി ഗ്രന്ഥകാരൻ ഗ്രന്ഥശാലകളിലെത്തി. പ്രശസ്ത സാഹിത്യകാരൻ പ്രകാശൻ കരിവള്ളൂരാണ് പുതുവത്സരത്തിൽ പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങൾ വിഷു കൈനീട്ടമായി ഗ്രന്ഥശാലകൾക്ക് സമർപ്പിച്ചത്. വിഷു കൈനീട്ടമായി ഗ്രന്ഥകാരൻ സ്വന്തം പുസ്തകങ്ങളുമായി ഗ്രന്ഥശാലകളിലെത്തി. പ്രശസ്ത സാഹിത്യകാരൻ പ്രകാശൻ കരിവള്ളൂരാണ് വേറിട്ടൊരു വിഷു കൈനീട്ടവുമായി ഗ്രന്ഥശാലകളിലെത്തിയത്. സാംസ്കാരിക മേഖല പോലും വാണിജ്യവൽക്കരിക്കപ്പെടുന്ന വർത്തമാനകാലത്ത് നിസ്വാർത്ഥമായ സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെ തിളങ്ങുന്ന മാതൃകയാവുകയാണ് പ്രകാശൻ കരിവള്ളൂർ. 2025 പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങൾക്ക് റോയൽറ്റിയായി കിട്ടിയ ഓതേഴ്സ് കോപ്പികളാണ് തന്റെ പ്രദേശത്തെ 4 ഗ്രന്ഥാലയങ്ങൾക്ക് പുസ്തക കൈനീട്ടമായി ഇദ്ദേഹം സമർപ്പിച്ചത്. ഇങ്ങനെ വേറിട്ട രീതിയിലാണ് പ്രകാശന്റെ ഈ വർഷത്തെ വിഷു ആഘോഷം. ഏത് എഴുത്തുകാരനും എഴുത്തുകാരിയും അവരുടെ നാടിൻ്റെ കൂടി സൃഷ്ടിയാണ്. ദേശത്താൽ സ്വാധീനിക്കപ്പെടാത്ത എഴുത്തുകാരുണ്ടാവില്ല. ഈ വിഷുദിനത്തിൽ പുസ്തക കൈനീട്ടം എന്ന പരിപാടി ആലോചിച്ചത് തന്നെ ഞങ്ങളൊക്കെ വളർത്തിയ നാടിലെ വായനശാലകളെ ഓർത്തുകൊണ്ടാണ്. ഈ ചില പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെയാണ്. അപ്പോൾ ആ പ്രസാധകരുടെ പുസ്തകങ്ങൾ ഇങ്ങ് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്ക് എത്തുന്നില്ല. അപ്പോൾ നമ്മുടെ പരിസരത്ത് ഒരുപാട് വായനശാലകളുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഏതാണ്ട് ജനുവരി തൊട്ട് ഈ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ 3 പുസ്തകം പ്രസിദ്ധീകരിച്ചു. പിന്നെ കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് ഇറങ്ങി. ആ 4 പുസ്തകങ്ങളാണ് ഞാൻ 4 ഗ്രന്ഥാലയങ്ങൾക്കായിട്ട് ഈ വിഷുദിനത്തിൽ സമർപ്പിക്കുന്നത്. അതിനോട് സഹകരിച്ച എല്ലാ വായനശാലകളോടും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. കോട്ടയം അരോമ പബ്ലിക്കേഷൻസിന്റെ ബാലസാഹിത്യ നോവലായ വാക്കമ്പലത്തിലെ പൂരം 2ാം പതിപ്പ്, കാമിയോ നോവൽ അവാർഡ് നേടിയ കുത്തിയൊലിച്ചു പോകുന്ന നമ്മൾ, മലപ്പുറം കാവ്യ ബുക്സ് പ്രസിദ്ധീകരിച്ച പരപ്പക്കാട്ടിൽ എന്ന കഥാസമാഹാരം, കോഴിക്കോട് പേരക്ക ബുക്സ് പ്രസിദ്ധീകരിച്ച MTM ഒരു കാലം എന്നിവയാണ് പ്രകാശൻ ഗ്രന്ഥാലയങ്ങൾക്ക് കൈനീട്ടമായി നൽകിയത്. വിഷുദിന പ്രഭാതത്തിൽ ഈയക്കാട്ട് AKG സ്മാരക വായനശാല, സെഞ്ചുറി ഓണക്കുന്ന്, പൊള്ളപ്പൊയിൽ ബാലകൈരളി, ഓലാട്ട് നാരായണൻ സ്മാരക ഗ്രന്ഥാലയം എന്നിവ പ്രകാശന്റെ പുസ്തക കൈനീട്ടത്തിന് വേദികളായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാതമംഗലം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർ E രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളിലേക്ക് കണി കണ്ടുണരുന്ന വിഷുവിനെ വരവേറ്റ് മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും മാതമംഗലത്ത് ഒത്തുചേർന്നു. വിഷുക്കിറ്റും വിഷു കൈനീട്ടവും പങ്കുവച്ചാണ് സമൂഹത്തിലെ അശരണരും രോഗികളുമായവർക്കൊപ്പം മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ ഒത്തുചേർന്നത്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വേറിട്ട് നിൽക്കുന്ന മാതമംഗലം കൂട്ടായ്മയുടെ ഈ വർഷത്തെ വിഷുദിനാഘോഷം ഡോക്ടർ E രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അവർക്കുള്ള എല്ലാ ആരോഗ്യ മേഖലയിലും മറ്റുള്ള തന്നെ അവർക്ക് എത്തിക്കുക, അതേപോലെ സഹായങ്ങൾ എത്തിക്കുക എന്നതിൽ മാതമംഗലം കൂട്ടായ്മ വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കൂടാതെ ഇതിലെ എല്ലാ മെമ്പർമാരെയും ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ കൂട്ടായ്മയിലുള്ള അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹരിതരമേശൻ, ഇതിൻ്റെ നെടുന്തൂണെന്ന ഹരിതരമേശൻ, അദ്ദേഹത്തെ പ്രശംസിച്ചാൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മെയിനായിട്ട് അദ്ദേഹം ഒരു ക്യാപ്റ്റൻ എന്ന നിലക്കാണ് ഇത് പ്രവർത്തിക്കുന്നത്. രക്ഷാധികാരി രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു. KV മനീഷ്, P ഭാസ്കരൻ, K വിക്രമൻ, P അനീഷ്, കുന്നുമ്മൽ രാജൻ, ജെയിംസ് ഇടപ്പള്ളിൽ, അഭിലാഷ് പേരൂൽ, അനുശ്രീ രമേശൻ, പെരിങ്ങും ഹാരിസ്, T ദിബീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തളിപ്പറമ്പ CH സെന്റർ കല്യാശ്ശേരി നിയോജകമണ്ഡലം പ്രവർത്തക സംഗമം പിലാത്രയിൽ നടന്നു. മഞ്ചേശ്വരം MLA MK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു.
തളിപ്പറമ്പ് CH സെന്റർ കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രവർത്തക സംഗമം പിലാത്തറയിൽ നടന്നു. മഞ്ചേശ്വരം MLA MK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CH സെന്റർ മലയാളികളുടെ പ്രത്യേകിച്ച് മലബാറുകാരുടെ അഭയകേന്ദ്രമാണെന്നും അഭിമാനമാണെന്നും MK അഷ്റഫ് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 89 വോട്ടിന് ജയിച്ച ഓർമ്മ നമ്മുടെ മുമ്പിലും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം K. സുരേന്ദ്രനെതിരെ നടത്തിയ ഒരു പോരാട്ടം നിങ്ങൾക്കറിയാം. അതിനു മുമ്പ് നടന്ന ബൈ ഇലക്ഷൻ, അതിനുശേഷമുണ്ടായ കുറേ കാര്യങ്ങളിലൊക്കെയായി വളരെ കഷ്ടപ്പെട്ട് അവസാനത്തെ ബൂത്തുകളിൽ എണ്ണുമ്പോൾ ഒരു 748 വോട്ടുകൾക്ക് രക്ഷപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മണ്ഡലത്തിലേക്ക് പോയപ്പോൾ മനസ്സുകൊണ്ടെടുത്തൊരു തീരുമാനമാണ്. 5 വർഷം കഴിഞ്ഞ് ഒരു ഇലക്ഷൻ വരുമ്പോൾ എൻ്റെ സ്റ്റേറ്റിലുള്ള ഒരൊറ്റ ലീഗുകാരനും ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥയാക്കി മഞ്ചേശ്വരത്തിന് മാറ്റരുത്. പ്രമുഖ വ്യവസായി മൊയ്തു ഹാജി പഴയങ്ങാടി, ഷാർജ KMCC പ്രസിഡന്റ് ഹാഷിം മുഞ്ഞേരി, ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് TP മുഹമ്മദ് ഹാജി എന്നിവർ വിശിഷ്ടാതിഥികളായി. ചടങ്ങിൽ SKP സക്കറിയ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് S. മുഹമ്മദ്, അബ്ദുൽ കരീം ചേലേരി, KT സാദുള്ള, ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, മുഹമ്മദ് അള്ളാംകുളം, SU സിദ്ദിഖ്, സിറാജ് മന്ന, മൊയ്തു ഹാജി കടന്നപ്പള്ളി, PV ഇബ്രാഹിം, KP അബ്ദുള്ള ഹാജി, ആബിദ ടീച്ചർ, അസ്ലം കണ്ണപുരം, AP ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാണപ്പുഴ ചുടല റോഡിൽ ഭൂദാനത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കൃത്യമായ സൂചനാ ബോർഡുകളില്ലാത്തതും വളവുള്ള ഭാഗമായതിനാലുമാണ് ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാകാൻ കാരണമാകുന്നത്. മെക്കാഡം ടാറിംഗ് പൂർത്തിയായ മാതമംഗലം പാണപ്പുഴ ചുടല റോഡിൽ ഭൂദാനം ഭാഗത്താണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. ചുടല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. കിലോമീറ്ററുകളോളം നേരെയുള്ള റോഡിൽ ഈ ഭാഗത്തു നിന്നാണ് കുത്തനെയുള്ള വളവുകൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ 10ഓളം അപകടങ്ങളാണ് ഇതിനകം ഇവിടെ സംഭവിച്ചത്. ഇവിടെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ക്രാഷ് ബാരിയറുകൾ തകർന്നിരിക്കുകയാണ്. അതിനാൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ നിരന്തരം അപകടം നടക്കുന്ന ഒരു ഏരിയയാണ്. സംരക്ഷണ ഭിത്തി പോലും അടിച്ച് മോശമായ ഒരു രീതിയിലാണ് ഇവിടെ കാണപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ വന്ന് ഇതിനൊരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൃത്യമായ സൂചനാ ബോർഡുകളോ ലൈറ്റ് സിഗ്നലുകളോ ഇല്ലാത്തതാണ് പല അപകടങ്ങൾക്കും കാരണമാകുന്നത്. അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ലൈറ്റ് സിഗ്നലുകളും ബോർഡുകളും സ്ഥാപിച്ച് വാഹനയാത്ര സുരക്ഷിതമാക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന KU പ്രസാദ് മെമ്മോറിയൽ വെറ്ററൻസ് കായികമേളയുടെ പ്രചരണാർത്ഥം വനിതാ ഫുട്ബോൾ സൗഹൃദ മത്സരം നടത്തി. നഗരസഭാ കൗൺസിലർ അത്തായി പത്മിനി ഉദ്ഘാടനം ചെയ്തു. ദേവിക ലെഫ്റ്റ് വിംഗ് ബാക്ക്, സേയ റൈറ്റ് ഫോർവേഡ് ജൂനിയർ ഡിസ്ട്രിക്ട് താരം, അഞ്ജിത പ്രദീപ് സെന്റർ ഫോർവേഡ് ജൂനിയർ സ്റ്റേറ്റ്, റിച്ച രാജ് ലെഫ്റ്റ് വിംഗ് ബാക്ക് സബ് ജൂനിയർ സ്റ്റേറ്റ്, അമേയ ശ്രീദേവിക. ഏപ്രിൽ 17 മുതൽ 20 വരെ തീയതികളിലായി പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന KU പ്രസാദ് മെമ്മോറിയൽ വെറ്ററൻസ് കായികമേളയുടെ പ്രചരണാർത്ഥം ലഹരിയാണ് കളിയിടമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയുടെ കളിക്കാർ തമ്മിൽ വനിതാ ഫുട്ബോൾ സൗഹൃദ മത്സരം നടത്തി. നഗരസഭാ കൗൺസിലർ അത്തായി പത്മിനി ഉദ്ഘാടനം ചെയ്തു. ക്രിക്കറ്റ് കളിക്കാരനും അതുപോലെ സിനിമാ പ്രവർത്തകനുമായ ശ്രീ KU പ്രസാദിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഗ്രാമം കുളിക്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 17, 18, 19, 20 തീയതികളിൽ ഇവിടെ കായികമേള നടന്നു വരികയാണ്. നമുക്കറിയാം, ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ലഹരിയാണ്. ഇത് ലഹരിയെ മുൻനിർത്തിക്കൊണ്ട് കളിക്കുന്ന ഒരു പരിപാടിയാണ്. കേരളത്തിൽ ഇന്ന് ഒട്ടനവധി കുടുംബങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ. മഹാദേവ ഗ്രാമത്തിലെ കലാ സാംസ്കാരിക സംഘടനകളുടെ വനിതാരത്നങ്ങളായ വിമല ദാമോദരൻ, K. അനിത, P. ഉമാദേവി, ബിന്ദു ഉണ്ണികൃഷ്ണൻ, സീമ നാരായണൻ, വെറ്ററൻസ് കായികമേളയുടെ വൈസ് ചെയർമാൻ E. ശ്രീധരൻ, ജോയിന്റ് കൺവീനർ KV പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡരികിൽ ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. പിലാത്തറ മാതമംഗലം റോഡിൽ പഴിച്ചിയിൽ അങ്കണവാടിക്ക് സമീപത്തായാണ് ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്.
പിലാത്തറ മാതമംഗലം റോഡിൽ പഴിച്ചിയിൽ അംഗനവാടിക്ക് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങിയ കൂറ്റൻ മരം സ്ഥിതി ചെയ്യുന്നത്. മരം ഉണങ്ങിയിട്ട് നാളുകളേറെയായെങ്കിലും ഇനിയും മുറിച്ചു മാറ്റാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും അടക്കമുള്ളവർ പോകുന്ന റോഡരികിലാണ് മരം സ്ഥിതി ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുൻപേ ഇതേ റോഡിൽ മാതമംഗലത്ത് ഉണങ്ങിയ മരം വീണ് തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വേനൽ മഴയും കാറ്റും വരാനിരിക്കെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു നീക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.